കരയിപ്പിച്ചും ഒപ്പം നമ്മളെ ഏറെ ആസ്വദിപ്പിച്ച വാഴ എന്ന സിനിമയിലെ സംവിധായകനും ഒപ്പം താരങ്ങളുമാണ് ഇത്തവണ ഓണത്തിന് ന്യൂസ് മലയാളത്തിനൊപ്പമുള്ളത്. നമുക്കവരെ പ്രത്യേകിച്ച് പരിചയപ്പെടാനില്ല. നമ്മുടെ സ്വന്തം നോബി ചേട്ടൻ, ഒപ്പം ആനന്ദ്, അരുൾ ചേട്ടൻ ആൻഡ് അമിത് ചേട്ടൻ. അപ്പോൾ ആദ്യം നമുക്ക് സംവിധായകൻ തന്നെ തുടങ്ങാം അല്ലേ? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സീൻ, പ്രത്യേകിച്ച് സ്കൂൾ ലൈഫിലെ സീനുകൾ, അത് തിയേറ്ററുകളിൽ കയ്യടി നേടി ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത രംഗങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവങ്ങൾ, അതായത് ഇത്തരം രംഗങ്ങൾ, ഇതിൽ പുതുമകളൊന്നുമില്ല. പക്ഷെ ഇതെങ്ങനെയാണ് ഈ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ഒരു മാജിക് എങ്ങനെയാണ്? അത് ഒരുപക്ഷെ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും കോളേജ് ലൈഫ് എൻജോയ് ചെയ്തേക്കുന്നവരുണ്ടാവും, സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്തിട്ട്. ഞാൻ സ്കൂൾ ലൈഫാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് കോളേജിനേക്കാളും സ്കൂൾ ലൈഫാണ് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളത്. ഇത് സ്കൂൾ ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ നമ്മൾ കാണിച്ചാലും അതിനകത്തൊരു ഇന്നസെൻസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കാര്യമായിട്ട് ഭയങ്കര ഞങ്ങൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ മണ്ടത്തരമായിരിക്കും. അത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വരുത്തി വെച്ചിരിക്കുന്ന പരിപാടി. കാരണം നമുക്ക് കൂടുതൽ റിലേറ്റബിൾ ആവുന്നത് നമ്മളുടെ നൊസ്റ്റാൾജിയും, നമുക്കിപ്പം ഒരു പരിധി കഴിയുമ്പോൾ നമ്മളുടെ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്കൂൾ ലൈഫിലെ കാര്യങ്ങളായിരിക്കും. അപ്പം അത് തന്നെയാണ് എല്ലാവരിലേക്കും റിലേറ്റഡ്. വലിയ പുതുമയൊന്നുമില്ല, ശരിയാണ് പറഞ്ഞത്. ഒരു 2090s കിഡ്സ് ഒക്കെ ചെയ്തിരുന്ന പരിപാടി, നമ്മൾ ഉൾപ്പെടെ ചെയ്തിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ടിന് ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കുക. കാരണം ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കാത്ത അമ്മമാരുണ്ടാവില്ല. അതുപോലെ തന്നെ അടി ഉണ്ടാക്കുക, കൂട്ടുകാർ പാര വയ്ക്കുക. അത് ഭയങ്കര, എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിരുന്നു. ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും എനിക്ക് ഏറ്റവും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, ഇപ്പം നമുക്ക് ഉണ്ടാവുമല്ലോ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ സ്കൂൾ ലൈഫ് നമുക്ക് ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ സിനിമയിലെ ഏറ്റവും പുരോഗമനവാദിയായിട്ടുള്ള ഒരു പിതാവിന്റെ വേഷം, അതായിരുന്നു നോബിച്ചേട്ടന്റെ കഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആളുകളെ വളരെ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിൽ നിന്ന് കുറച്ച് പുരോഗമനവാദിയും കുറച്ചൊരു സീരിയസ് റോളുള്ള അച്ഛൻ കഥാപാത്രം ചെയ്യുമ്പോൾ ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇത് ആളുകൾ ഏറ്റെടുക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, എൻ്റെ ഒരു സ്വഭാവമായിരുന്നു പടത്തിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടർ. അങ്ങനെ ഞാനങ്ങനെ വലിയ ചൂടാവുന്ന ആളൊന്നും അല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കണം, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ബന്ധുക്കൾ വല്ലോ ആണോ? ജോമോനും ഞാനും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ അവിടുന്ന് വരണേ. അപ്പം അവിടെ ചെന്നപ്പോൾ അമ്മൂമ്മ ചോദിക്കുക, അമ്മൂമ്മ ഇത് കണ്ടിട്ട് പറയുകയാണ്, അച്ഛനും മോനും ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏത് അച്ഛനും മോനും? എടാ മറ്റേ അച്ഛനും മോനും ഇല്ലേ, ഭയങ്കര സ്നേഹമുള്ള അച്ഛനും മോനും, അവര് ഒരു വീട്ടിൽ നിന്നാണല്ലേ? അവരൊരു വീട്ടിൽ നിന്നല്ല, ഒരു വീട്ടിൽ നിന്നല്ല. അപ്പൊ അത് ഭയങ്കര, എനിക്കും കുറെ പേര് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെയാണ്. അത് പ്രത്യേകിച്ച് നോബിച്ചേട്ടന്റെ ക്യാരക്ടറാണ് പറയുന്നത്. അത് ഈ കോളേജ് പിള്ളേർ ഏറ്റവും കൂടുതൽ പടം കാണുന്നത് ഇത്രയും പിള്ളേരായിരുന്നു. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ ഈ ഇടയ്ക്ക് ഷൂട്ട് കഴിഞ്ഞാൽ ഇവിടെ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടി പിള്ളേർ ടൂർ പോകും കോളേജിൽ നിന്നാണ്. അതിനകത്തു തന്നെ അച്ഛാ, ഞാൻ അവിടെ നിന്നിട്ട് അച്ഛാ ഒരു വണ്ടി പിള്ളേർ കാലത്ത് നിന്നിട്ടേ ഈ എല്ലാ ഒരു പടം കണ്ടിട്ട് പറഞ്ഞ എല്ലാവരും ചോദിച്ചു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്ക് അച്ഛൻ, ഞങ്ങൾക്ക് ഇങ്ങനെ അച്ഛൻ. അത് വേറൊരു 30% ആൾക്കാർ പറഞ്ഞു ഞങ്ങളെ അച്ഛൻ ഇതുപോലെയാണ്, ഒന്നും പറയില്ല. ഇനിയിപ്പോ അരുൾ ചേട്ടന്റെ കാര്യം എടുത്താല് ഇതുപോലുള്ള കുരുത്തം കെട്ട പിള്ളേർ തന്നെയാണ് വീട്ടിലുള്ളത്. ഞാന് വാഴയിലെ ഏറ്റവും വലിയ വാഴ ഞാനാണ്. അതില് ഞാൻ കോളേജ് പഠിക്കാൻ തൊണ്ട് വെച്ച് പിടിച്ച് ഡീബാർ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഈ സിനിമ സ്വന്തം കല്യാണത്തിന് താലി കെട്ടേണ്ട രീതി, ചടങ്ങിന്റെ രീതി. അതെ, അത് കഴിഞ്ഞിട്ട് വേറൊരു കോമഡി ഉണ്ട്. അതാണ് ഏറ്റവും കോമഡി. തുണ്ട് വെച്ച് കഴിയുമ്പം എനിക്ക് പിന്നെ 10 വിഷയം ഒരുമിച്ച് എഴുതണം. അപ്പൊ എങ്ങനെയും പഠിക്കണം, അതിൽ ജോമം പഠിക്കുന്ന പോലെ എങ്ങനെയും പഠിച്ച് അതും മാക്സിമം തുണ്ടൊക്കെ വെച്ച് എല്ലാ പരീക്ഷ എഴുതി. അവസാനം ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഹാളിലിരിക്കാൻ നേരത്ത് എൻ്റെ നമ്പർ മാത്രം ഇല്ല. അപ്പം ഞാൻ നോക്കി എൻ്റെ നമ്പറില്ല. ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, എൻ്റെ നമ്പർ ഇവിടെ. അപ്പോൾ ഉടൻ തന്നെ അവിടെ നിന്ന് മെയിൻ ഹെഡായ പ്രിൻസിപ്പാൾ വന്നു, എല്ലാം ഇങ്ങനെ വന്ന് നോക്കിയിട്ട് എൻ്റെ നമ്പറില്ല. നിൻ്റെ നമ്പറില്ലാത്ത എന്താ? എൻ്റെ അടുത്ത് നീ ഏത് പരീക്ഷ എഴുതാമെന്ന്? നമ്മൾ സൈക്കോളജി. ഏത് ഇയർ? ഫസ്റ്റ് ഇയർ. അത് ഇന്നലെ ആയിരുന്നു.
ഇനി അമിതേട്ടന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ സ്കൂൾ ലൈഫ് അതിൽ സിനിമയിൽ ശരിക്കും ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു, ഉഴപ്പനായിരുന്നു. ഇത് തന്നെ ആണോ അല്ല നമ്മളത് കൃത്യമായി? ബിപിൻ ചേട്ടൻ ആദ്യം പറഞ്ഞു, ഞാനിങ്ങനെ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ആൾക്കാരുണ്ട്, അപ്പൊ ബിപിൻ ചേട്ടൻ പറഞ്ഞു, അത് ഇവര് തന്നെ മതി, ഇവര് അഭിനയിക്കണ്ട, അവര് ജീവിച്ചോളൂ. അപ്പൊ നമുക്കും അറിയാവുന്നതാണ് അമിത് ചേട്ടനൊക്കെ. നമ്മൾ ഇപ്പൊ തൊട്ട് 2018 മുതലേ ഞാനും അമിത് ചേട്ടനും ഒക്കെ ഒരുമിച്ച് ഇവിടെ, ഞാൻ ട്രിവാൻഡ്രത്ത് വരുമ്പോ എനിക്കുള്ള കമ്പനി എന്ന് പറയുമ്പോൾ അമിത് ചേട്ടൻ, നിതീഷ് ചേട്ടൻ, ബിപിൻ ചേട്ടൻ ഓൾമോസ്റ്റ് അവിടെ ആയിരിക്കും, എറണാകുളത്തിന്. ഞാൻ ഇവിടെ വരുമ്പോ നിതീഷ് ചേട്ടൻ, അമിത് ചേട്ടനൊക്കെയാണ് എന്റെ കമ്പനി ഇവിടെ. നോബി ചേട്ടന്റെ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കോളേജ്? ഞാൻ സ്കൂളിൽ പരീക്ഷയ്ക്ക് മാത്രം പോകുന്ന ഒരാളായിരുന്നു. കാര്യം പിന്നെ ഞാൻ IT ആണ് പഠിച്ചത്, ടെക്നിക്കല്. ഒരു സ്ക്രൂ ഇളക്കാൻ അറിഞ്ഞുകൂടാത്ത ഞാനാണ്. സത്യമാണ്, തമാശയല്ല. എനിക്കിതുപോലെ ടെൻഷനുള്ള ഇതില്ല. ഞാൻ പഠിച്ചത് റെഫ്രിജറേഷൻ, അന്നതായിരുന്നു മെയിൻ. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ, സിഗ്നൽ ലൈറ്റ്. ഇപ്പോഴും എനിക്ക് പറ്റിയുണ്ട്. ഞാനാണത് പഠിക്കുന്നത്. ഇപ്പോഴും പച്ച വീഴ്പഴ, മഞ്ഞ വീഴ്പഴ, ഞാൻ പഠിച്ച കോഴ്സായിരുന്നു അത്, സിഗ്നൽ ലൈറ്റിന്റെ. അതൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ആകെ 3 പ്രാവശ്യം പഠിക്കാൻ അതിനകത്ത് പോയിട്ടുള്ളൂ. പിന്നെ എന്നെ വിളിച്ചാലോ ആ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വരുമോ? വരാം സാർ. പിന്നെ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് സ്കൂള്. എനിക്ക് ബെല്ലടിക്കുമ്പോൾ കയറിയാൽ മതി. സത്യം, എപ്പോഴും. അതായത് ഇന്റർവെൽ ടൈം ഒക്കെ ഇല്ലേ, 15 മിനിറ്റ്, ആ സമയത്ത് എനിക്ക് വീട്ടിൽ പോയിട്ട് വരാം. അങ്ങനെ ഒരു ടെൻഷൻ, സ്കൂളിൽ പോകാനും ടെൻഷൻ ഇല്ല, വരാനും ടെൻഷൻ ഇല്ല, ഒന്നും പോയില്ല, പിന്നെ കുഴപ്പമില്ല, ഇവിടെ പോകാം. ഇവിടെ ആരെ കൊണ്ടുവരുന്നു, ഇന്ന് ഇപ്പൊ കുഴപ്പമില്ല. ഡ്രില്ലൊക്കെ ഇടൂലേ, ഡ്രില്ല് പീരീഡ് ഒക്കെ ആണെങ്കിൽ ഞാൻ അപ്പോഴും തന്നെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് വീട്ടിലൊക്കെ ഇരുന്ന് കുറെ കാര്യങ്ങൾ ജീവിയെ കണ്ടിട്ട്. ഇനി ഓണത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മുൻപത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഇപ്പൊ ഈ ഓണത്തിന് ഇച്ചിരി മധുരം കൂടുതൽ. അതെന്താ എന്തെങ്കിലും ഓണത്തിനും പോവില്ലേ? ഓണത്തിനും പടം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മധുരമുണ്ട് ഈ ഓണത്തിന്. പഴയ ഓണം എന്ന് പറയുമ്പോ കുട്ടിക്കാലത്തെ ഓണം എപ്പോഴും നൊസ്റ്റാൾജിക് ആയിരിക്കുമല്ലോ. നമ്മള് കസിൻസ് എല്ലാവരും ഇപ്പൊ ബേസിക്കലി നമ്മൾ വാഴയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കോണ്ടന്റ് തന്നെയാണ് ഇപ്പൊ പറയാനുള്ളത്. കാരണം ഇപ്പൊ ഫ്രണ്ട്സ് ആരും ഇവിടെ ഇല്ല, കസിൻസ് ആരും ഇവിടെ ഇല്ല, എല്ലാവരും അബ്രോഡാണ്. അപ്പൊ ഇപ്പം അതിൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട്. നമ്മളെല്ലാരും എന്താണ് ഒറ്റയ്ക്കായി പോകുന്ന ഫ്രണ്ട് സർക്കിളിലായാലും കസിൻസിന്റെ ഇടയിലായാലും അപ്പൊ ഒരു കൂട്ടുകുടുംബമായിട്ടുള്ള ഒരു ഓണം ഇപ്പൊ വളരെ കുറവാണ്. ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഇത്തവണത്തെ ഓണത്തിന്? പിന്നെ വാഴ തന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യൽ. എന്ത് വെച്ചാലും കുടിക്കാൻ പറ്റില്ല. പണ്ടത്തെ ഓണ സമയത്തൊക്കെ അധികം സ്റ്റേജ് പ്രോഗ്രാമോ അതും എല്ലാ ഇതൊക്കെ ദിവസവും പരിപാടിയായിരുന്നു. പരിപാടിയൊക്കെ വീട്ടിൽ തിരുവോണത്തിന് വീട്ടില് നമ്മൾ 3 മണിയാൻ വേണ്ടി ചോറുണ്ടാകും. പലപ്പോഴും തിരുവോണത്തിന് ഉണ്ണാതെ നമ്മൾ പോയിട്ടുണ്ട്. കാര്യം രാവിലെ ഈ ഉത്തരാടത്തിലൊക്കെ ചിലപ്പോൾ പ്രോഗ്രാം പാലക്കാടായിരിക്കും, തിരുവോണത്തിന്റെ അന്ന് നെയ്യാറ്റിക്കരായിരിക്കും. അങ്ങനെയല്ല, നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തും ഏകദേശം ഇതാവും. എന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ എല്ലാ തിരുവോണത്തിനും രാത്രി പുളിച്ച ചോറ് മാത്രം കഴിച്ചിട്ടുള്ളൂ. കാര്യം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് സെക്കൻഡ് അന്ന് 2 പരിപാടി 3 പരിപാടി കൊണ്ടുവന്നു കഴിഞ്ഞ് വരുമ്പോൾ ഇതെല്ലാം ചളിച്ചിരിക്കും. ഒരു സദ്യ ആയിരിക്കും കൊണ്ടുതരണം നമുക്ക്. ഈ സദ്യ ആയിരിക്കും അവരടുത്ത് വെച്ചേക്കുന്ന എല്ലാവർക്കും. എല്ലാ ദിവസവും പുളിച്ച. ഇപ്പോഴ് തിരുവോണത്തിനൊക്കെ എല്ലാ ഹോട്ടലുകളും ഉണ്ട്, എല്ലാ വീട്ടിലും സദ്യ വരും. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് തിരുവോണത്തിൽ ഒരൊറ്റ ഹോട്ടലില്ല. ഉത്രാടത്തിൻ്റെ അന്ന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ചതയം കഴിഞ്ഞിട്ട് വേണം ഈ കേരളത്തിൽ ഹോട്ടൽ തുറക്കാൻ, കടകൾ വരെ. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പ്രോഗ്രാം വണ്ടി ഞങ്ങൾക്ക് കൊല്ലത്തെത്തണം. അവിടെ നിന്ന് വിട്ട് പരിപാടി സ്ഥലത്ത് നിന്ന് വിട്ട് വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയി വഴിയിൽ നിന്ന്. ഒരു വർക്ക്ഷോപ്പും ഇല്ല, എല്ലാ വർക്ക്ഷോപ്പും അടച്ചിട്ട് പോയി. എല്ലാവരും നാട്ടിൽ പോയി. വണ്ടി ശരിയാക്കാൻ ആരുമില്ല. ഞങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. നേരം വെളുത്ത് കാപ്പ് കുടിക്കണം, ഊണ് കഴിക്കണം, പിന്നെ വണ്ടി ശരിയാക്കാൻ വേണ്ടി അവസാനം ആലപ്പുഴയിൽ നിന്ന് ഒരു വർക്ക്ഷോപ്പ് മേശരി മലപ്പുറത്ത് ഒന്നാണ് ശരിയാക്കിയത് സാധനങ്ങളപ്പോൾ. കാര്യം വേറെ നിവൃത്തിയില്ല, അവിടെ ആരും വരുന്നില്ല, ഹോട്ടലില്ല. അവസാനം ഞങ്ങളത് സെക്ഷനായിട്ട് തിരിഞ്ഞു. ഈ 2 പേര് വീതം പല വീട്ടിലും പോയി. ഓണമായതുകൊണ്ട് എല്ലാ വീട്ടിലും കാപ്പിയാണ്. അങ്ങനെ പോയിട്ട് നമസ്കാരം. അപ്പൊ നമ്മൾ അറിഞ്ഞു പോലും കൂടെ ആർക്കും. നമ്മൾ പരിപാടിയും കഴിഞ്ഞ് മോഹം കഴിവാതെ ചെന്നിട്ട് അതുപോലെ ചെന്നിട്ട് അല്ല എല്ലാ വീട്ടിലും ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെ വണ്ടി വഴിയിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, എന്തെങ്കിലും അയ്യോ പിന്നെന്തോ അന്ന് സ്വീകരണമായിരുന്നു ഇരുത്തി. അതുപോലെ ഉച്ചയ്ക്ക് ഉണ്ണുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ഈ സിനിമയുടെ കഥാപാത്രം കണ്ടിട്ട് ആളുകളൊക്കെ എങ്ങനെയാ വന്നിട്ട് പറയുന്ന അഭിപ്രായം എങ്ങനെയാ പറയുന്നത്? ഭയങ്കര അഭിപ്രായമാണ്. ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഞാൻ ഇങ്ങനെ അഭിനയിച്ചു. എനിക്കതിനകത്ത് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സീനിന്റെ ഏറ്റവും ലാസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ആനന്ദ് അന്നത്തെ ദിവസം അവിടെ ചെന്ന്
അപ്പൊ ഞാൻ ഇതിന് മുമ്പ് എടുത്ത കോട്ടയം നസീറിന്റെ അസീസിന്റെ ഒക്കെ സാധനങ്ങൾ കുറച്ച് കണ്ടായിരുന്നു, നോവയിലേയും ചെയ്ത് കണ്ടു. അപ്പൊ ഇവരെല്ലാരെയും ആനന്ദ് പറഞ്ഞ ചേട്ടാ ഇതിന്റെയൊക്കെ ഇടയിലാണ് ചേട്ടൻ്റെ വരുന്നത്, തകർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായി, ഇവരുടെ ഇടയിൽ ഞാൻ വന്ന് ചെയ്ത ഇവരുടെ ഇടയിൽ നിൽക്കണ്ടേ, ഭയങ്കര ടെൻഷനായി പോയി. ഫസ്റ്റ് ദിവസം എന്നെ കൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ആനന്ദ് അണ കണ്ണ് തള്ളരുത്, കൈ അനക്കരുത്, അവിടെ നിൽക്കണം. അത് അപ്പോഴ് എനിക്ക് അഭിനയിച്ച് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോ എന്റെ പോഷന് കൈയടി കണ്ണ് പറഞ്ഞു. അല്ല അന്ന് നമ്മള് അരുൺ ചേട്ടന് നല്ല ടെൻഷൻ ആയിരുന്നു പരിപാടി. പക്ഷെ നമ്മളത് എടുത്തു കഴിയുമ്പോഴും നമ്മൾ കോൺഫിഡന്റ് ആണ്. പറഞ്ഞ പോലെ അരുൺ ചേട്ടൻ ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് വർക്കാകും. അത് എങ്ങനെ അത് തിയേറ്ററിൽ വരും അല്ലെങ്കിൽ എഡിറ്റ് കഴിയുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അരുൺ ചേട്ടന്റെ വേറൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡബിൽ അരുൺ ചേട്ടൻ ചെയ്തതിനേക്കാളും അപ്പാക്കി പരിപാടികൾ. അതാണ് തിയേറ്ററിൽ ശരിക്കും ഡബിൾ ആയിട്ട് വർക്കായത്. ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട് പടം 1.25 മണിക്കൂറേ ഉള്ളു പടം. ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും പെർഫോം ചെയ്യാൻ ഓരോ ഇതുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് ആനന്ദിന്റെ മിടുക്കാണ്. അതായത് പിള്ളേർ സെറ്റ് ആയാലും അച്ഛന്മാര് സെറ്റ് ആയാലും എല്ലാവർക്കും ഓരോ പോർഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി അത് പ്രത്യേകിച്ച് എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യം. എന്റെ അമ്മയുടെ അനിയത്തി ആ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു, എടാ കോട്ടയം നസീറിന്റെ അനിയനായിട്ട് അഭിനയിച്ച അവൻ എന്ത് രസമാടാ, നമ്മളെ വീട്ടിലെ അപ്പുറത്തെ മണിയനെ പോലും ഉണ്ട്, അവനും ഇതേപോലെ. അനീഷ് ചേട്ടൻ ഒരു പ്രൊഡ്യൂസറാണ്, മറ്റേ കല്യാണിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആ ചായക്കട മീനാക്ഷിയുടെ അച്ഛനായിട്ട് മറ്റേ ഹോസ്പിറ്റലിൽ ഇരിക്കൂലേ, കണ്ടില്ലേ? അതിന് ഭയങ്കര കൈയടിയില്ല. അത് പ്രത്യേകിച്ച് റിവ്യൂസ് ഒക്കെ പറയുകയും ചെയ്തു. ഇപ്പൊ നമ്മളിപ്പോ വിപിൻ ചേട്ടൻ അത് എഴുതിയപ്പോഴായാലും നമുക്ക് ഹ്യൂമർ സൈഡൊക്കെ നമ്മൾ എന്താണ് ഇംപ്രവൈസ് ചെയ്ത് ഇവരുടെ കയ്യിലാണ് മൊത്തം നമ്മൾ കൊടുക്കുമായിരുന്നു പരിപാടി. ഈ ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തിയപ്പോഴാണ് വിപിൻ ചേട്ടൻ അത് എല്ലാവർക്കും ഉള്ള സ്പേസ് തന്നെ ഇട്ട് എഴുതിയിരിക്കുമായിരുന്നു ക്ലൈമാക്സിലെല്ലാം. അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ ഇപ്പൊ അച്ഛന്മാർക്കായാലും വന്നു പോകുന്ന ക്യാരക്ടേഴ്സിനായാലും ഒരു സ്പേസ് ഓൾറെഡി സ്ക്രിപ്റ്റില് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അമിതേട്ട എങ്ങനെ, അതായത് ലൊക്കേഷനൊക്കെ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു സംവിധായകനായിരുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് നമുക്ക് എല്ലാ ലൊക്കേഷനിൽ ആനന്ദും ഈ വിദ്യാർത്ഥിയായിരുന്നു, അതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തവരായാലും എല്ലാം നമുക്ക് കൂടെ വർക്ക് ചെയ്യുന്ന അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആയാലും എല്ലാം നമുക്ക് എങ്ങനെ പോയാലും ഒരു 5-6 ഇയേഴ്സ് ആയിട്ട് അറിയാം നമുക്ക് എല്ലാവർക്കും. അതിന്റെ ഒരു ഒരു ടെൻഷനും ഇല്ലാത്തൊരു, അതുകൊണ്ട് ഒരു ഭയങ്കര കംഫർട്ടാണ് അത് തരുന്നത്. നമുക്ക് വർക്ക് ചെയ്യാൻ നിർത്തത് ഭയങ്കര കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു അവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞാൽ അവർക്കത് പറയാനുള്ള അത് ഭയങ്കര ഒരു റാപ്പും അത് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. സെറ്റ് ഭയങ്കര രസമാണ്. 62 ദിവസം ഭയങ്കര ഹാപ്പനിങ് ഡേയ്സ് ആണ്. ഇനിയിപ്പോ പുതിയ ഏതൊക്കെയാ പ്രൊജക്ടുകൾ വരുന്നത്? ഇത് ഇനിയിപ്പോ ഇറങ്ങാനുള്ളത് പരാക്രമം എന്ന് പറഞ്ഞ പടമാണ്, ദേവ്മോഹന്റെ കൂടെ ഉള്ളത്. അത് പിന്നെ ചെയ്തത് പെഡിറ്ററ്റീവ്, പിന്നെ ഓടും കുതിര, വാഴ 2 എന്ന് പ്രതീക്ഷിക്കാം. വാഴ 2 ഞാനല്ല ചെയ്യുന്നത്, നമ്മുടെ അസോസിയേറ്റ് സവിൻ ചേട്ടനാണ് ചെയ്യുന്നത്. വാഴ 2 പ്രതീക്ഷിക്കാവുന്നത് അടുത്ത ഓണത്തിന് പ്രതീക്ഷിക്കാന്നുള്ളതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന അറിവ്. എന്റെ പ്രോസസ്സുകൾ നടക്കുന്നേ ഉള്ളൂ, റൈറ്റിംഗ് നടക്കുന്നത്. അതെ. പുതിയ ഏതെങ്കിലും പടങ്ങൾ? ഞാനോ? ആ പിന്നെ സെലക്ട് ചെയ്തൊരു പരിപാടിയാണ് ഇനിയിപ്പോ സെലക്ട് ചെയ്ത് അതാണ് പേടി. ഇപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട്, എഴുത്ത് പരിപാടികളൊക്കെ നടക്കുന്നു. അങ്ങനെ വെളിപ്പെടുത്താനായില്ല. അല്ല അങ്ങനെ ഒന്നും ആയിട്ടില്ല. കാരണം എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വേണം എനിക്ക് അന്ന് ഓക്കെ എന്ന് പറയാനാണ്. എനിക്ക് ഭയങ്കര ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. ഈ നോബിച്ചേട്ടന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിൽഡ്രൻസ് പാർക്കിലെ ഒരു രംഗം ഒരിക്കലും പ്രേക്ഷകർ ഇനിയിപ്പോ ചിൽഡ്രൻസ് പാർക്കിൽ ആ ജനങ്ങൾ ചിരിച്ചെങ്കിൽ പോലും ഞങ്ങൾ ആദ്യം അഭിനയിച്ചത് കാര്യം. കേരളത്തിലെ പല സ്ഥലത്തും വെള്ളപ്പൊക്കം, റെഡ് അലർട്ട്. ഇതിന്റെ ഇടയ്ക്ക് മൂന്നാറിലൊരു മുൾമുനേര മേളാണ് ഷൂട്ട്. അവിടുന്ന് വണ്ടി വരണമെങ്കിൽ ഞങ്ങൾ ഭയന്നാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ നോക്കിയപ്പോ റിസോർട്ടേ അവിടെ നിന്ന് പിന്നെ 3 കിലോമീറ്റർ കൂടെ ഉള്ളു ചന്ദ്രനില്. അത്ര ഹൈറ്റ് കയറി എത്തില്ല. നമ്മളെ ദീപു കർണാലില്ലേ, ദീപു ചേട്ടന്റെ റിസോർട്ടാണ് താമസം. രാത്രി ആരും കാണാതെ ഇറങ്ങിയ ചന്ദ്രന്റെ കൈ കൊണ്ട് പിടിക്കാം. അത്ര ഹൈറ്റ്, ചെവി പകുതി കയറുമ്പോൾ ചെവിയുടെ. എന്നിട്ട് ആ പ്രളയം വന്ന സമയത്തായിരുന്നു മഴ പല സ്ഥലത്തും. ഞാൻ അവിടെ ഇങ്ങനെ സൈഡിലൊക്കെ വീട്, രാത്രിയാകുമ്പോ എണീറ്റ് നിൽക്കും. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് വാർത്തകൾ വരുന്നു, ഈ സീനും അഭിനയിക്കണം. ശരി, മഴ തോരുമാണ് അവിടെ. കാര്യം മണ്ണിടിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റൂല. അങ്ങനെ
അവിടെ പക്ഷെ അത് നമ്മൾ ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളെ കല്യാണ കച്ചേരിയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുമ്പോ അൻരാജിന്റെ ആളാ. അൻരാജ് ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ആളാ. അൻരാജ് തന്നെ ഭക്ഷണം ഉണ്ടാക്കും. നമ്മുടെ ഇതിനകത്ത് അഭിനയിച്ച അതായത് അരുൺ ചേട്ടന്റെ മോനായിട്ട് അഭിനയിച്ച കലാം എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിച്ച അവൻ ഭയങ്കര അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കും, ഇപ്പഴല്ല നേരത്തെ വർക്ക് ചെയ്തോണ്ടിരിക്കും, ഇവൻ ഫുഡ് ഉണ്ടാക്കും. എന്നിട്ട് ഇവന്റെ ഫുഡ് എടുക്കാൻ ഇവൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കണേ, ഇവൻ നമുക്ക് വേണ്ടി അപ്പൊ ഞാൻ കഴിക്കും. അപ്പൊ നമ്മൾ എന്ത് കഴിക്കും? അത് മുട്ടക്കറി ഞാൻ കഴിക്കും. അപ്പൊ നമുക്കൊന്നും തരൂല ഇവൻ ഉണ്ടാക്കിയിട്ട്. ഇവൻ ഈ ഡയലോഗ് അല്ല. അപ്പൊ ഞങ്ങൾ ഇത് പറഞ്ഞോണ്ടിരുന്നത്. അങ്ങനെ അമിതേട്ടനൊക്കെ ഈ അപ്രതീക്ഷിതമായിട്ട് ഓണത്തിനോ വിഷുവിനോ ഒക്കെ അങ്ങനെ കൈനീട്ടങ്ങൾ എത്താറുണ്ടോ? വിഷുവിനൊക്കെ കഴിഞ്ഞിട്ട് പോയി പിടിച്ചു വന്നു. വിഷുവിനൊരു കറക്കമുണ്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പിടിച്ചു പോയി. Okay. ഗൂഗിൾ പേ മതിയല്ലോ. നോബിച്ചേട്ടനെ എടുക്കുകയാണെങ്കിൽ നോബിച്ചേട്ടന്റെ കഥാപാത്രത്തിലെ ഒരു പക്ഷെ പ്രേക്ഷകർ ഇനിയിപ്പോ നോബിച്ചേട്ടന് ദേശീയ അവാർഡ് കിട്ടിയാൽ പോലും ചിൽഡ്രൻസ് പാർക്കിലെ പൊറോട്ട അടിക്കുന്ന ആ സീനും അതുമായി ബന്ധപ്പെട്ടുള്ള അതൊരിക്കലും മറക്കത്തില്ല. ശരിക്കും അത് ഈ ഇപ്പൊ ആളെ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോ നമുക്ക് അത് എങ്ങനെയാ അവരെ ചിരിക്കുന്നു വിചാരിച്ചിട്ടാണോ എങ്ങനെ അങ്ങനെ ഏറ്റവും കൂടുതൽ കോമഡി ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞാലും ഞാനായിരിക്കും ആദ്യം ചിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ചെറിയ തമാശ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പൊ അവര് വിചാരിക്കും ഞാൻ ഇനി കളിയാക്കിയാണ് ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, ഞാൻ ആവിട്ട് ചിരിക്കും. ഞാനൊരു സ്റ്റേജിൽ നിന്ന് ചിരിച്ചോണ്ടിറങ്ങി പോയിട്ടുണ്ട്. സത്യം. ടിനിയണ്ണൻ അങ്ങനെ തോന്നുന്നുണ്ട്. ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മൾ ഒരു സാധനം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിരിക്കില്ല. ഈ പുള്ളി ചിരിക്കാൻ വേണ്ടി അമേരിക്കയില് ഷോ ബിജു മേനോ ഞങ്ങളെല്ലാം കൂടെ അന്ന് ബാഹുബലിയുടെ സ്കിറ്റാണ് കളിക്കുന്നത്, കോമഡി. അപ്പൊ അതിനകത്ത് ഞാൻ ആരെന്നറിയാമോ? എന്റെ ക്യാരക്ടർ ദേവസേന. ആലോചിച്ച് നോക്കണം. ഈ പുള്ളി എന്നെ വെറ്റ് വയ്ക്കും ബീച്ചേട്ടെ. ചോണ ഉണ്ടെങ്കിൽ നീ ഇന്ന് എന്നെ ചിരിപ്പിക്കും. റെക്കോർഡ് സ്കിറ്റാണ്. പുള്ളി കട്ടപ്പേറ്റ് നിൽക്കും, മുട്ടയൊക്കെ കഴിച്ച്. ചേച്ചി ഞങ്ങളെല്ലാവരും ഉണ്ട്. ഷാവൻ ചോട്ട. അപ്പം ബിജു വാളൊക്കെ ആയിട്ട് നിൽക്കും. ചോണയുണ്ടെങ്കിൽ ചിരിക്കും. ഞാൻ ഓരോ ദിവസം ഓരോ കോപ്പറായി കാണിച്ചു. പുള്ളി ഓടും ചിരിക്കാതെയൊക്കെ നിന്നാലും കറങ്ങി തിരിച്ച് എന്തെങ്കിലും നോക്കും. അങ്ങനെ എന്റെ ടാസ്ക് ആയിരുന്നു പുള്ളിയെ ചിരിപ്പിക്കാൻ. നമ്മളെ പ്രീമിയർ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് പെട്ടെന്ന് ചിരിക്കുന്ന നോബിയും എനിക്കാണെങ്കിൽ ഇവര് പറയുന്ന കൗണ്ടർ ഒന്നും വർക്കാവില്ല. ഞങ്ങളെല്ലാരും തമാശ പറഞ്ഞ് ചിരിക്കും. ഇവൻ മാത്രം ഒന്നും മതി. എന്നിട്ട് ഇവ പേഴ്സണലായിട്ട് വിളിക്കും. എല്ലാരും വിളിക്കും പോയി അവരോട്. അതുപോലെ അപ്പൊ ഇവര് ആ കൗണ്ടറൊക്കെ പറഞ്ഞ് വേറെ സീരിയസ് മാറ്റർ ഞാൻ അപ്പോൾ ചിരി അലയാതെ പോണം. വേറെ മാറ്ററായി. ഇവിടെ ഒരു ചിരി പോലും അല്ല, അതിന്റെ മേലെയാണ്. സത്യം. വാഴ എന്ന് പറയുമ്പോഴേ ശരിക്കും ഈ അതിന്റെ 4 മുതൽ പിണ്ടി വരെ ഉപയോഗമുള്ളതാണ്. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോ ഉപയോഗമില്ലാത്ത കുറെ കഥാപാത്രങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ പേര് ഇതിന് ഇടണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വന്നത്? ആരാണ് സജസ്റ്റ് ചെയ്തത്? വിപിൻ ചേട്ടൻ തന്നെയാണ് ഫസ്റ്റ് മുതലേ പേര് അങ്ങനെ തന്നെയായിരുന്നു. ഇടയ്ക്ക് നമ്മൾ പ്രീ നടക്കുന്ന സമയത്ത് പേര് മാറേണ്ടി വന്നാൽ എന്ത് ചെയ്യും? എപ്പോഴും ഒരു സിനിമ നമ്മൾ പേരിടുമ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിലും കൂടെ പോകും. ഇത് പ്രീ അല്ലെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ ഷൂട്ടിന് മുമ്പ് ഇത് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കും ഈ പേര് കിട്ടിയില്ലെങ്കിൽ അടുത്ത പേര് എന്തായിരിക്കും. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെ രണ്ടാമതൊരു പേര് ഒരുപാട് ചിന്തിച്ചിട്ട് അവസാനം പറഞ്ഞു എങ്ങനെയെങ്കിലും നമ്മൾ ഈ പേര് തന്നെ വേണം എന്നുള്ളത്. അത് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും അതിനുവേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഈ പേര് തന്നെ നമുക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ഈ ഉപയോഗമില്ലാത്തതെന്ന് പറയുമ്പോൾ ഉപയോഗമില്ലാന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. വാഴയ്ക്ക് ശരിക്കും ഭയങ്കര ഉപയോഗമുണ്ട്. അത് തന്നെയാണ് നമ്മൾ സിനിമയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തുകൊണ്ടും വാഴ എന്ന് പറയുന്ന പേരിനേക്കാളും ഉപരിയായിട്ട് വേറെ ഒന്നും ഇടാനുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇത്രയും സ്ക്രിപ്റ്റ് ആയത്. ഇപ്പൊ വിപിൻ ചേട്ടൻ അങ്ങനെ വാഴ എന്ന് പറയുന്ന ഒരു എല്ലാരെയും വാഴ എന്ന് വിളിക്കുന്നു. വാഴ എന്ന് പറഞ്ഞ ചെടിയുടെ വളർച്ച എങ്ങനെയാണ്, അത് എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമ്മൾ തരുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഉള്ള കാര്യം പറയാം. അപ്പം അത് വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പിന്നെ ഇതിന്റെ വാഴയുടെ ഗ്രോത്ത് കാണിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീടിന്റെ പറമ്പിൽ നിൽക്കുന്ന ചെടിയുടെ പേര് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നമ്മുടെ ചീഫ് അസോസിയേറ്റ് മറ്റേ ശ്രീലാലേട്ടനുണ്ട്. ശ്രീലാലേട്ടനാണ് എനിക്കിതൊക്കെ പറയുന്നത്. എടാ അത് മുറിക്കണത് അങ്ങനെയാണ്. ഓ അങ്ങനെയാണോ? ഓ അങ്ങനെയാണ്. പിന്നെ അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കുറെ വാഴയെ കുറിച്ച് അങ്ങനെ കാര്യങ്ങൾ പഠിച്ചത് ഇപ്പം വാഴനാര് കൊണ്ട് സാരി അതൊക്കെ പഠിച്ചത് ഞാനും വിപിൻ ചേട്ടൻ ഇതിനു വേണ്ടി റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു എഴുതാൻ വേണ്ടി. അപ്പോഴാണ് നമ്മളും അറിയുന്നത്. ദിലീപേട്ടൻ വിളിച്ചിട്ട് ഭയങ്കര വിഷമം. വാഴ കണ്ടിട്ട് ദിലീപേട്ടൻ സംശയം അവന്മാര് രക്ഷപ്പെടണമായിരുന്നു. ഒരുപാട് പേര് വിളിച്ചിട്ട് ഇത് തന്നെ പറഞ്ഞു നമുക്ക്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളുടെ
സത്യം ഭാര്യയായിട്ട് അഭിനയിച്ച രോഹിണി ചേച്ചി വിളിച്ചിട്ട് പറയുക, ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ പിള്ളേര് രക്ഷപ്പെടണായിരുന്നു ആനന്ദേ, അത് ഒരുപാട് സങ്കടം. ചിലർക്ക് ഭയങ്കര വിഷമം. അപ്പൊ നമ്മുടെ മക്കളൊക്കെ വാഴയായ ഭയങ്കര നമ്മുടെ മക്കളൊക്കെ വാഴയായ അവന്മാര് രക്ഷപ്പെടത്തില്ലേ രോഹിണി എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഞാൻ രക്ഷപ്പെടുമായിരിക്കും. അതൊക്കെ ഇനി ഇതുപോലത്തെ ഈ കൂട്ടുകെട്ട് വീണ്ടും ഉണ്ട്. നടക്കാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ യൂത്ത് Thank you, വൈബിലുള്ള അതെ ആ വൈബിലുള്ള ഒരു പരിപാടി ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ എനിക്കിപ്പോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവരെല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഇവർക്ക് ഇതിൽ താഴെയുള്ള ഒരു സാധനം എന്തായാലും എന്റെ പണത്തിൽ എന്തായാലും ഞാൻ കൊടുക്കില്ല. ഇല്ലെന്നാണ് പറഞ്ഞത്. അല്ല, അല്ല അപ്പൊ അമിത്തിന് ഈ പടത്തിൽ അങ്ങേറ്റമാണ് നമ്മളൊക്കെ. പിന്നെ എന്താന്ന് പറഞ്ഞാ ഇതിന്റെ നമുക്ക് റെസ്പോൺസിബിൾ ആവുകയാണല്ലോ. ഇതിന്റെ ലെവലിന്റെ അപ്പുറത്തേക്ക് ഒരു പരിപാടിയാണ് നമ്മൾ എല്ലാരും കൂടെ കൂടുമ്പോ എല്ലാരും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇപ്പൊ സ്ക്രീൻ പ്ലേ നടന്നുകൊണ്ടിരിക്കുമ്പോഴായാലും ഓരോ ദിവസവും ഓരോ സീനോ പരിപാടിയോ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴായാലും നമ്മൾ അത്രയും ഇപ്പൊ ഇവിടെ വന്നിട്ടായാലും അവിടെ റൈറ്റേഴ്സ് ഇരിക്കുന്നുണ്ട്. അവര് വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴായാലും നമ്മൾ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. എങ്ങനെ പോവാം എന്നുള്ളത്. അത് എനിക്ക് കോൺഫിഡന്റ് ആയാലും ഞാൻ ഇവരെയൊക്കെ പിടിച്ച് അതിനകത്ത് ഇടുള്ളൂ. അതാണ് പരിപാടി. അമിതേട്ടനെ ഈ സിനിമയെ കണ്ടതുപോലെ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കയറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. അതൊക്കെ എന്തിനാ ഇവിടെ പറയണേ? അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ രസകരമായിട്ട് പറയാൻ പറ്റും? കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു കോൾ വന്നില്ല? കഴിഞ്ഞ പക്ഷെ അത് ഞാൻ കിളി, അത് വേറെ പരിപാടി. പോലീസ് സ്റ്റേഷനിൽ കയറിയില്ല, അത് വാട്സാപ്പിൽ തന്നെ തീർത്തിയ. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ ഈ ഘട്ടത്തിൽ നേരെയാണ്. ഇനിയും തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കുന്ന പുതിയ പുതിയ സിനിമകളുമായിട്ട് നിങ്ങൾ വരിക. അപ്പോൾ ഇതുപോലെ ഞാനും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരുടെ ഓണത്തിന് പിന്നെ നമ്മുടെ വാഴയും തിയേറ്ററിൽ ഓടുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഓണത്തിന് പോയി വീണ്ടും ചിരിക്കാം, വീട്ടിൽ ആസ്വദിക്കാം. അതെ. വലിയ വലിയ പടങ്ങളാണ് ഇപ്പൊ റിലീസ് ചെയ്തത്. അതിന്റെ കൂടെ വീണ്ടും ഞങ്ങളുടെ ഡൽഹിയിലൊക്കെയാണല്ലോ ഓണം. വാഴയിലാണ്. അപ്പൊ ഇനിയും ഒരുപാട് സിനിമകൾ ഇതുപോലെ ഓളങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയുകയാണ്. ബൈ.